CHR വിഷയവുമായി ബന്ധപ്പെട്ട ഇടുക്കി എംപിയുടെ കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CHRുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് എക്കാലത്തും ജനങ്ങൾക്ക് വേണ്ടി ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു. VD സതീശനും PT തോമസും ഉൾപ്പെടെയുള്ള ഹരിത MLAമാരെല്ലാം ഏലമല പ്രദേശം വനമാണെന്ന് എക്കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. TM ജേക്കബ് അന്നത്തെ ഗവർണറായിരുന്ന RL ഭാട്ടിയയ്ക്ക് 2005 നൽകിയ നിവേദനത്തിൽ 344 ചതുരശ്ര മൈൽ വനമാണെന്നും വാദിച്ചു. UDF നേതാക്കൾ ഉയർത്തിയ ഈ വാദഗതികളെല്ലാം സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്ന പരിസ്ഥിതി സംഘടന കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ഹാജരാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഇടുക്കി എംപിയുടെ വ്യാജ പ്രചരണത്തിന് പിന്നാലെ പോകുന്നവർ വസ്തുതകൾ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നും കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ആശയക്കുഴപ്പങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളതും വിവിധ സന്ദർഭത്തിൽ ഈ കപടപരിസ്ഥിതി സംഘടനകൾക്ക് വേണ്ടി അവർക്ക് ഹാജരാക്കാൻ കഴിയുന്ന രേഖകളെ ഉൽപ്പാദിപ്പിച്ചു കൊടുത്തതുമെല്ലാം നിയമസഭയിലും പുറത്തും UDFന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണെന്നുള്ള പഴയകാല ചരിത്രം മറച്ചു വയ്ക്കുന്നത് ശരിയായ നിലപാടല്ല. ഇപ്പൊ ഗവൺമെന്റ് ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സുപ്രീം കോടതി കേസിൽ ഇടപെടുകയാണ്. ഇതിലെന്താണ് അവ്യക്തതയുള്ളത്? ഏത് കാര്യത്തിലാണ് ഈ കാര്യത്തിൽ അവ്യക്തതയുള്ളതെന്ന് MP പറയണം. ഞാൻ ചോദിക്കുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അപകീർത്തിപ്പെടുത്തുന്നതിനും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുന്നതിനും വേണ്ടിയിട്ട് നടത്തുന്ന ഡീൻ കുര്യാക്കോസിന്റെ MPയുടെ ശ്രമം തീർച്ചയായും ഒരു രാഷ്ട്രീയ മാന്യതയല്ല, മര്യാദയല്ല. ഈ കാര്യത്തിലെ വസ്തുതകൾ പുറത്തു പറയാം. ആ വസ്തുതകളെ സംബന്ധിച്ച് സമ്മതിക്കാൻ MP തയ്യാറാവണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 1958 EMS ഗവൺമെന്റ് കാലം മുതൽ 2024 ഏപ്രിൽ മാസത്തിൽ, ഈ വർഷം ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് വരെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും LDF ഗവൺമെന്റ് CHR റവന്യൂ ഭൂമിയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള മുന്നണിയാണ്, ഗവൺമെന്റാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖേന 2024 ഏപ്രിലിൽ നൽകിയ സത്യവാങ്മൂലത്തിലും 15,720 ഏക്കർ ഭൂമി മാത്രമാണ് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്ത് വനമായി വിജ്ഞാപനം ചെയ്തിട്ടുള്ളതെന്നും ബാക്കി റവന്യൂ ഭൂമിയാണെന്നും സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വസ്തുതകൾ പരിശോധിച്ചാൽ LDF സർക്കാരുകൾ എക്കാലത്തും കർഷകർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് മനസ്സിലാകും. 2002 കേസ് സുപ്രീം കോടതിയിൽ വന്ന നാൾ മുതൽ കർഷക വിരുദ്ധ നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാരെ വെള്ളപൂശുന്നതിനായിട്ടാണ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ കള്ളപ്രചരണങ്ങൾ ഇപ്പോൾ നടത്തുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, നേതാക്കളായ മാത്യു ജോർജ്, MJ വാവച്ചൻ എന്നിവർ പങ്കെടുത്തു.